ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വെള്ളപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മുട്ടക്കുറുമ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഞാനൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ആ ഒരു ഇഞ്ചിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. അത് ചേർത്തതിന് ശേഷം കൂടുതലായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഉരുളൻകിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കിഴങ്ങൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ തേങ്ങേൻ്റെ 2ാം പാലാണ് എടുക്കുന്നത്. അത് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു കിഴങ്ങ് നല്ലപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ 2ാം പാൽ ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുള്ള കിഴങ്ങൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കിഴങ്ങൊക്കെ വെന്ത് കിട്ടും. അപ്പോൾ പാലൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിത് മുട്ട ഇതുപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനിവിടെ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തേങ്ങേൻ്റെ 1ാം പാലാണ്. അധികം വെള്ളം ഒഴിക്കാതെ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 1ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കറി തിളപ്പിച്ചെടുക്കരുത്. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചൂടായപ്പോൾ ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.